ഹലോ ഗൈസ്, ഇന്ന് ഒരു വ്യക്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്തതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഞാനിന്ന് നെവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു തരത്തിൽ പറയണമെങ്കിൽ ഞാൻ കുറച്ച് ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നത്. പനിയുണ്ട്, അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ആക്സിഡൻ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ മുറിയായിട്ട് ജബ കയ്യിൽ കാലിൻ്റെ മുട്ടിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടപ്പോൾ എന്നത് വല്ലാണ്ട് ബാധിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ക്ഷമിക്കുക, സഹിക്കുക, വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചാണ്. ഫാമിലി വീക്കിലെ അവസാനത്തെ ദിവസമായിരുന്നു ഇന്നലെ. ഫാമിലി വീക്കിലെ അല്ല, ഫാമിലി വരുന്ന ദിവസങ്ങളിലെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ നെവിൻ്റെ ഫാമിലി, ലക്ഷ്മിയുടെ ഫാമിലി, ഒണിയലിൻ്റെ ഫാമിലി വന്നു പോയി അല്ലേ. അപ്പോൾ ഇവിടെ നെവിൻ്റെ ഫാമിലി വന്നപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊന്നും എൻ്റെ പോയിൻ്റ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു കേസ്. നെവിൻ്റെ ഫാമിലി വന്നപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നെവിൻ്റെ അമ്മയും സിസ്റ്ററുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെവിൻ അവരെ കണ്ടോടെ അവരെ ചേർത്ത് പിടിച്ചു, വളരെ മെച്ചുവേർഡായ രീതിയിൽ. അത് സാധാരണ നെവിൻ ഇങ്ങനെയൊക്കെ കാണിക്കണം നെവിനല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ചു, പെങ്ങളെയും ചേർത്ത് പിടിച്ചു. എന്നിട്ട് പെങ്ങളിങ്ങനെ സംസാരിക്കും, നീ ഭക്ഷണം മാത്രമായിട്ട് ഇവിടെ നിൽക്കരുത്, ഭക്ഷണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആക്കരുത് എന്നൊക്കെ. അത് നിനക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണ്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നത്. അതുപോലെ നെവിൻ്റെ പെങ്ങളും അമ്മയും വളരെ സോഫ്റ്റ് നേച്ചേർഡായ ആളുകളാണ്. ജിസയിൽ അത് പറയുന്നത്, വളരെ ജെൻറ്റിലാണ്, വളരെ സോഫ്റ്റ് നേച്ചേർഡാണ്, നിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നെവിൻ വളരെ മാടപ്രാവിൻ്റെ മനസ്സിലുള്ള സോഫ്റ്റ് നേച്ചേർഡ് ഒരു മനുഷ്യനായിട്ട് തന്നെയാണ്. പക്ഷെ അവൻ്റേതായ ഇതിൽ എക്സൈറ്റഡ് ആവുന്ന സമയത്ത് അവൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നേ ഉള്ളൂ. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സൈഡൊക്കെ അവ എക്സ്പ്രസ് ചെയ്യണമെന്ന് മാത്രം. അത് മറ്റു പലരും എടുക്കുന്നത് ഓവറായിട്ടൊക്കെ ആയിരിക്കും. എനിക്കത് തോന്നിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളാണ് നെവിൻ, അതിലൊരു സംശയമില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നെവിനോട് നെവിൻ്റെ സിസ്റ്റർ അവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താണ്, ഫസ്റ്റ് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി പറഞ്ഞപ്പോൾ ഞാൻ കളിയാക്കിയിരുന്നു ചേട്ടനെ, ഫസ്റ്റ് വീക്കിൽ തന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ ഇവിടെ നിന്നല്ലോ, അതാണ് ഐ എം പ്രൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം, ഐ എം പ്രൗഡ് ഓഫ് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ നെവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്കധികം സംസാരിക്കാമെന്ന് അറിയില്ല, എല്ലാവരോടും സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി പറഞ്ഞു. വളരെ ജെൻറ്റിലായിട്ടുള്ള. അവർ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഗൈസ് എനിക്കിവിടെ പറയാനുള്ളത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം അനുമോള് ഓൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, എടാ നീ എന്താ അവരെ കണ്ടപ്പോൾ നീ പെട്ടെന്ന് മാറി ഭയങ്കര സീരിയസ് ആയ പോലെ ഉണ്ടായിരുന്നത്, എന്താ പറ്റിയതെന്ന്. അപ്പോൾ അവൻ എന്തേ എന്നുള്ള രീതി ജസ്റ്റ് അനുമോള് പറയുന്നത് ഇങ്ങനെ മൊത്തം കേട്ടിരുന്നു, എന്തേന്നല്ല ജസ്റ്റ് മൊത്തം കേട്ടിരുന്നിട്ട് അവൻ റെസ്പോണ്ട്, നിനക്കത് ഫീൽ ചെയ്തോ ഞാൻ പറയുന്നത്. യെസ്. സംഭവം എന്താ വെച്ചാൽ അവൻ പ്രതീക്ഷിച്ചത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണെന്ന്. അതായത് അപ്പോൾ അതെന്താടാ, നിൻ്റെ വീട്ടുകാരല്ലേ, അമ്മയും അനിയത്തിയൊക്കെ അല്ലേ നിൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവുക, അപ്പോൾ അവരെല്ലാം കെയർ ചെയ്യുന്നത് പറ്റണ പോലെ നീ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി പൈസ കൊടുത്തുകൊണ്ട് മാത്രം എന്താ കാര്യമുള്ളത്, നീ അവർക്ക് കെയർ ചെയ്യണ്ടേ, അതൊക്കെയല്ലേ വേണ്ടത്, നിനക്കൊരു പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരല്ലേ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് വെച്ചാൽ അല്ല, ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സാധാരണ അത് കേൾക്കുമ്പോൾ വിചാരിക്കുക എന്താ വെച്ചാൽ വളരെ സെൽഫിഷാണ്, അച്ഛനോട് അമ്മയോട് ഇവരൊന്നും സ്നേഹമില്ലാത്ത ആളാണ്, പെങ്ങളോട് സ്നേഹമില്ലാത്ത ആളാണ്. അല്ല കേസ്, എനിക്ക് അപ്പോഴേ തോന്നി എന്തോ ഒരു സംഗതി അവന് ഭയങ്കര ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒണിയലിൻ്റെ കൂടെ നിന്നിട്ട് വലിച്ചതിന് ശേഷം, സിഗരറ്റ് വലിച്ചതിന് ശേഷം ഷാനവാസിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്ക് ശരിക്കും കുറുക്കിയുള്ളതാണ് സാധനമായിരുന്നു. ഷാനവാസിനും ശരിക്കും അവൻ പറഞ്ഞതിലൊരു കുറ്റബോധം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് തോന്നുന്നു, മനസാക്ഷി ഉണ്ടെങ്കിൽ. സംഭവം എന്താ വെച്ചാൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ ഇത് ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇനി അവൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവൻ്റെ അവൻ്റെ അമ്മേനെ അവൻ്റെ അച്ഛൻ ചെറുപ്പം മുതലേ എന്താ പറയുക, അച്ഛൻ കള്ളുടിയനായിരുന്നു. അപ്പോൾ അച്ഛൻ ഞാൻ ചിരിച്ച് ഇങ്ങനെ പറയണതായിട്ട് നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ വളരെ ഇമോഷണൽ ആകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുക. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് പലർക്കും മനസ്സിലാവണമെന്നില്ല, ഞാനിങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, എനിക്ക് പെട്ടെന്ന് നെവിനായിട്ട് കണക്റ്റ് ആയിപ്പോയി ഗൈസ്. ആ അനുഭവങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യം, എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ സാധനം, എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലെന്ന് അവൻ പറയുന്നില്ലേ. അവൻ്റെ അച്ഛൻ കള്ളു പിടിച്ച് വന്നിട്ട് പൊതിരെ പിടിച്ച് തല്ലുണ്ടായിരുന്നു അമ്മേനെയൊക്കെ. അപ്പം ചെറുപ്പം മുതലേ ഇതൊക്കെ കാണുന്നതാണ്. എന്നിട്ട് അമ്മ എന്തുണ്ടായി,
അമ്മ സിംഗപ്പൂരിക്ക് പോയി ജോലിയുടെ കാര്യമായിട്ട്. അപ്പോൾ ഞാൻ എന്നെ ഓർഫനേജിലാക്കുകയാണ് ചെയ്തത്. ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. എനിക്കെങ്ങനെ കെയർ ചെയ്യാനൊന്നും അറിയില്ല, ആളുകളെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതേപോലെ ഒരുപാട് പേര് അവനൊരു ഫെമിനൈൻ ടച്ച് ഉണ്ടാകൊണ്ട് ഒരുപാട് പേര് അവനെ കളിയാക്കിയിട്ടുണ്ട്. വീട്ടുകാർ, കുടുംബക്കാർ, ബന്ധുക്കാർ അല്ലേ, അതേപോലെ നാട്ടുകാരും ഒക്കെ. അപ്പോൾ ഇതെങ്ങനെ ആ ഒരു ട്രോമാറ്റിക് ആയതിലൂടെയാണ് അവൻ വളർന്നു വന്നത്. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാണ്ട് അങ്ങനെ അവസ്ഥ അറിയിച്ചത്. അതുപോലെ അമ്മ ഇൻഡിപെൻഡൻ്റ് ആവണം വീട്ടമ്മമാർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയാണ്, അങ്ങനൊരു ആ ഒരു കാര്യമൊക്കെ അവൻ പറയുന്നത്. അവൻ അമ്മേനെ കുറ്റം പറഞ്ഞിട്ടല്ല പറഞ്ഞത്, അവൻ അനുഭവിച്ച പെയിനാണ്. അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് അവൻ അനുഭവിച്ച വേദനയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഗേസ്, ആ ഒരു അവരെ കഥ പറയുന്ന സമയത്ത് നെവിൻ്റെ കഥയെക്കുറിച്ചിട്ട്. അപ്പോൾ നെവിൻ പറഞ്ഞ എനിക്കിത് പറയാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ അവൻ അത്രയും പെയിൻഫുൾ ആയിരുന്നു അവൻ്റെ എക്സ്പീരിയൻസ് നടത്തുക. കാരണം അവനത് ഷെയർ ചെയ്യാൻ ആഗ്രഹമില്ല. വേറുള്ളവരാണെങ്കിൽ അത് ഫുള്ള് കരഞ്ഞ് സെൻറ്റിമെൻ്റലായിട്ട് നാർത്തരം കാണിച്ചിട്ടുണ്ടായിരിക്കും. അല്ല, ഞാൻ അത് നാർത്തരം എന്ന് പറയാൻ കാരണം അങ്ങനെ സെൻറ്റിമെൻ്റലായി സംസാരിക്കുന്നത് മോശമാണെന്നല്ല, ഇവൻ്റെ ഗ്രേറ്റ്നെസ് മുന്നിൽ ഇത് ഒന്നും അല്ലാത്ത പോലെ തോന്നുകയാണ് ഗൈസ്. സോറി, ഞാൻ ഇമോഷണലായിട്ട് സംസാരിക്കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കണത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നെവിൻ എന്നിട്ട് പറയണം. അപ്പോൾ അമ്മയുടെ ചെറുപ്പത്തിലായിട്ട് ഇവർ കണക്ഷൻ ഇല്ലല്ലോ. ഇവന് കെയർ വേണ്ട സമയത്ത് അമ്മയ്ക്ക് അമ്മയൊന്നും ഉണ്ടായിട്ടില്ല, പെങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അവരെ തെറ്റ് പറയാനല്ല, ജീവിത സാഹചര്യം. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഇവൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സുഹൃത്താണ് വരണമെങ്കിൽ എനിക്ക് കാണിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ഒക്കത്ത് ചാടിക്കയറി ഇരുന്നിട്ടുണ്ടാവും, അവനെ അത് വേട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ്, എൻ്റെ സുഹൃത്തിന് ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ അമ്മ വന്നപ്പോൾ സംഗതി എന്താ വെച്ചാൽ, അല്ലെങ്കിൽ പെങ്ങൾ വന്നപ്പോൾ എനിക്ക് വെറുതെ ഷോ ഓഫിന് വേണ്ടി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി, ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എൻ്റെ പെങ്ങളെ ഇങ്ങനെ കിട്ടി ചുഴറ്റിയിട്ട് ഇങ്ങനെ കറക്കാനുണ്ടെന്ന് ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാനായിട്ട് നിന്നാൽ മതിയല്ലോ എന്ന്. പിന്നെ അവൻ പറഞ്ഞ കാര്യമുണ്ട്, അമ്മയുടെ എത്തും ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ സാധാരണ നമ്മളെങ്ങനെയാണോ അത് നമ്മളായിട്ട് നിന്നാൽ മതിയല്ലോ ഒന്നും. മോനെ അതാണ്. അപ്പോൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഷാനവാസിനോട് അവൻ നല്ല കമ്പനിയായിട്ട് ഇടപഴകിയതും അവിടെയുള്ള ആളുകളെത്തൊക്കെ ഇടപഴകിയതൊക്കെ അവൻ കെയറും കൊണ്ടാണ്, കെയർ ഉള്ളിലുള്ളതുകൊണ്ടാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അത് ഭയങ്കര നാറിത്തരായിട്ടും അവനെന്തോ സൂക്കേടുകാരനാണ്, മറ്റേ സൂക്കേടാണെന്നും സെക്ഷലായ രീതിയിലായിരുന്നു അവൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞില്ല. അവൻ്റെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ചാണ്, ഗിഫ്റ്റുകളും ഫിസിക്കൽ ടച്ചുമാണ്. അതിപ്പോൾ അങ്ങനെ അവൻ മറ്റേ പരിപാടിക്കാരനാണ് എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ഷാനവാസിന് മുഴുവനായിട്ട് കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം അവരൊരു കൺസർവേറ്റീവ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് വേണ്ട രീതിയിൽ കെയറൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയിട്ട് വളർന്ന ആളുകളാണ്. നെവിൻ അങ്ങനെയല്ല. അപ്പോൾ ദർ വിൽ ബി എ ഡിഫറൻസ്. എനിക്ക് നെവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്, ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അവനെ നേരിട്ട് കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാനതിന് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എങ്ങനെ ഇപ്പോൾ അത് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെവിനുള്ളതാണ്, നെവിനുള്ളതാണെന്നല്ല, നെവിനെക്കുറിച്ചുള്ളതാണ്. എനിക്കെന്തോ ഭയങ്കര അവൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്താണെങ്കിൽ ഞാൻ, എൻ്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ഭയങ്കര അതൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടാകുന്നു. അവൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ടാസ്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ കേൾക്കിയിട്ടുള്ള ഒരു സംഭവമൊക്കെ ചെയ്തിരുന്നത്. അവിടെയുള്ള പലരെയും അങ്ങനെ ചെയ്തിരുന്നത്. അതേപോലെ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബിന്നിയുടെ കെട്ടിയവനും കൂടി അവിടെ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത് വന്നിട്ട് കുട്ടികളെ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വെറുപ്പിക്കലാണ്, പറയുമ്പോൾ എന്താ അസുഖമാണ്, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്ത ആളുകളുണ്ട്. അത് അവൻ്റെ ഒരു ഫൺ നേച്ചറാണ്. അത് എന്താ ചെയ്യാത്, അതങ്ങനെയാണ്. അത് ചിലപ്പോൾ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ബിന്നി പറഞ്ഞിട്ടില്ലേ, ഫസ്റ്റ് നൈറ്റിന് അല്ലെങ്കിൽ വിരുന്നൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുട്ടിയൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ കിടക്കണതൊക്കെ പറയും. അതുപോലെയാണ് വെച്ചിട്ട് ആ കളി ഇവിടെ നടക്കില്ല പോരേത്. അപ്പോൾ ഞാൻ ആലോചിക്കണത് അതെങ്ങാനും ആ ബെന്നിയുടെ കെട്ടിയത് വളരെ സീരിയസ് ആയിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനായിരുന്നു ഒരു പക്ഷേ അത് അല്ലേ. പക്ഷെ അവരുണ്ടോ അവരതും ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ അങ്ങനെ ഒരു കുട്ടിയുടെ മൈൻഡുള്ള ഒരുത്തനാണ്. അതാണ് കേസ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാണുമ്പോൾ കുറച്ച് സൈസൊക്കെ എന്നുള്ളതുകൊണ്ട്, പ്രായമായി എന്നുള്ളതുകൊണ്ട് ഈ കുട്ടിത്തം നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല. അപ്പോൾ അവൻ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, അവൻ പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, അവൻ വളരെ ഫ്രിക്ഷൻ അനുഭവിച്ച് നിൽക്കണ പോലെ കുറേ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട്. ഫോർ എക്സാമ്പിൾ അനുവിനോട് സംസാരിക്കുമ്പോൾ എത്ര മെച്യൂർഡായിട്ട് അവൻ സംസാരിക്കണത്, ഷാനവാസിനോട് ഇന്ന് സംസാരിക്കുമ്പോൾ എപ്പിസോഡിൽ സംസാരിക്കുമ്പോൾ എത്ര അവൻ രാത്രിയില്ലേ എത്ര മെച്യൂർഡായിട്ട് സംസാരിച്ച് ഞാനിങ്ങനെയാണ് എന്നുള്ളൊരു സംഗതി അവൻ ചിരിക്കുകയും ചെയ്യണം. വളരെ ഇതായിട്ട് അവൻ സംസാരിച്ചു. ഹീസ് മെച്യൂർഡ്, കൂടെ ഭയങ്കര ഇന്നസെൻസും മെച്യൂരിറ്റി ഒരുമിച്ച് കമ്പൈൻ ആയി വന്നിട്ടുള്ള ഒരു അടിപൊളി മനുഷ്യനാണ് നെവിൻ. എന്തായാലും ഞാൻ നെവിന് കുത്തും വോട്ട്. നെവിൻ, അനീഷൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആൾക്കാരിൽ ഒരാൾ. അനുമോളി ഇടയ്ക്ക് ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നെവിന് കുറച്ച് വോട്ടുണ്ട്. നെവിൻ അവിടെ വേണം ബിഗ് ബോസിൽ. അവൻ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്.
ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആലോചിച്ചപ്പോൾ അവൻ്റെ വളരെ ഫണ്ണി ആയിട്ടുള്ള സൈഡ്, വളരെ നിഷ്കളങ്കമായ ഒരു സംഗതി അവിടെ ഉണ്ട്. അവൻ ഒരുപാട് കണ്ടൻറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അവൻ ചുമ്മാ അവിടെ നിന്നാത്തവരെ അവർ കണ്ടൻറ്റാണ്. അവൻ ഭക്ഷണം കഴിക്കണ സമയത്ത് അതേപോലെ ഭയങ്കര പ്യുവർ സോൾ എന്നൊക്കെ പറയൂലേ, ഒരു ആട്ടിൻകുട്ടി അവിടെ നിൽക്കണം. ആട്ടിൻകുട്ടി പറഞ്ഞാൽ ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നതല്ല കേട്ടോ, നമ്മൾ കുഞ്ഞാട് എന്നൊക്കെ പറയില്ല, ആ ലെവലിലാണ് പറയുന്നത്. വളരെ പ്യുവറായിട്ടുള്ള ഒരു സോളായിട്ട് കേസ് എനിക്ക് തോന്നണത്. അവനെ ഒരു മനുഷ്യന് എത്രത്തോളം തരംതാഴ്ത്താൻ പറ്റും അത്രത്തോളം തരംതാഴ്ത്തിയ രീതിയിലാണ് ഷാനവാസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഷാനവാസെ കുറ്റപ്പെടുത്താനും പറ്റില്ല, അവൻ്റേതായ പേഴ്സ്പെക്റ്റീവാണ് അല്ലേ. എന്തായാലും നെവിൻ, അന്ന് നമ്മൾ ലവ് ലാംഗ്വേജിനെ കുറിച്ചൊക്കെ വേണ്ടി നെവിനൊക്കെ നമ്മളതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. എന്തായാലും നെവിൻ എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു ഇന്നത്തെ ഒരു ഫാമിലി വീക്ക്. ബാക്കിയുള്ളവർ പലരും ചുമ്മാ കോപ്രായം കാണിക്കണ പോലെയൊക്കെ പലതും തോന്നിയിട്ടുണ്ട്, പല കാര്യങ്ങളും. പക്ഷേ എനിക്ക് നെവിൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിയില്ല. നെവിനായിട്ട് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇന്ന് അവൻ ആ രീതിയിൽ സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു നെവിൻ അവൻ്റെ വീട്ടുകാരോട് ഒരു സ്നേഹവും ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ അവൻ കണ്ടോ, അത് ഭയങ്കരമായി ഗൈസ്. അത് അനുമോളാണ് അതിനൊരു കാരണക്കാരിയായത്, ഒരു നിമിത്തമായി തീർന്നത്. അത് എനിക്ക് അനുമോളോട് ഒരു സ്നേഹമുണ്ട്. കാരണം അനുമോളാണ് ഇവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, നെവിൻ അങ്ങോട്ട് കയറി സംസാരിക്കുമെന്നല്ല, അനുമോൾ വന്ന് ചോദിക്കരുത്, എടാ ഇത് അങ്ങനെ എന്താ സംഭവം, അത് എനിക്ക് വിഷമമായോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അനുമോൾ പറഞ്ഞിട്ട് നോക്കോ എൻ്റെ അമ്മേനെയും പെങ്ങളോടൊക്കെ ഈ കൂടുതൽ അടുക്കാനുള്ള രീതി ഞാൻ അത് നീ പഠിക്കുമെന്ന്. എങ്ങനെ പഠിക്കാന്ന് വെച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്നെ പഠിപ്പിക്കും നോക്കിക്കോന്ന്. അപ്പോൾ അനുമോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു സംഗതിയൊക്കെ ആകുമ്പോൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് അനുമോൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അനുമോളും ഈ പറഞ്ഞ മാതിരി ജെനുവിനായിട്ടുള്ള ഒരു സംഗതി അവളുടെ ഉള്ളിലുണ്ട്. പക്ഷെ രണ്ട് തരത്തിൽ വളർന്നു വന്ന ആളുകളാണ്. അപ്പം അതിൽ നെവിൻ പറയുന്നുണ്ട്, അക്ബറും ഷാനവാസും നെവിനും കൂടി രാത്രി അവിടെ നിൽക്കുന്ന സമയത്ത്, ആ പുല്ലൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത്, സിഗരറ്റ് വെച്ചിട്ട് പുറത്തേക്ക് വരില്ലേ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അനുമോൾ അങ്ങനെ കെയറൊക്കെ കിട്ടി വളർന്നു വന്ന രീതിയിലുള്ള അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന ആളാണ്, ഞാൻ അങ്ങനെയല്ല, അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട് എന്നൊരു സംഗതി. അല്ലാണ്ട് ചുമ്മാ കരഞ്ഞ് ബഹളം വെച്ച് എൻ്റെ അമ്മേനെ കാണുമ്പോൾ പെങ്ങളെ കാണുമ്പോഴേക്ക് അവർ എന്നൊക്കെ കൊണ്ടാക്കി എനിക്ക് പറ്റൂല. എന്താ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവൻ ചെറുപ്പത്തിൽ ഓർഫനേജ് വളർന്നൊന്നുമല്ല. അപ്പോൾ അവനതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നറിയില്ല. പിന്നെ ചുമ്മാ ആക്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇത്രയും ബിഗ് ബോസിൽ പോയിട്ട് ഒരു തരത്തിലും ആക്ട് ചെയ്യാണ്ട് അവനവനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കാൻ കഴിയുന്ന നെവിന് ഭയങ്കര ധൈര്യമുണ്ട്, വളരെ നിഷ്കളങ്കതയുണ്ട്, വളരെ ജെനുവിനായ ഒരു സോളാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, ബിഗ് ബോസ് ഹൗസിൻ്റെ ഐശ്വര്യമാണ് നെവിൻ എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ചെയ്താൽ നെവിനത് കാണണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നെവിൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അവനെ കൈവിടാണ്ടിരിക്കുക, നെവിൻ അവിടെ വേണം. ടോപ്പ് 5 നെവിൻ വരണം എന്നാണ് ഗൈസ് എൻ്റെ ആഗ്രഹം. നെവിൻ്റെ പെങ്ങൾ പറഞ്ഞൊരു സംഗതി ഉണ്ട്, ആദ്യത്തെ ആഴ്ച തന്നെ പോയിരുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതുവരെ നിന്നു പോകുന്ന സംഗതി ആദ്യത്തെ ആഴ്ചയില്ല, അവസാനത്തെ അതുവരെ അവരെത്തി കിടന്നാടെ എനിക്ക് തോന്നുന്നു. അതുമല്ല നെവിൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടോ, അവിടെ നിന്ന് പോയി വന്നിട്ട് ആരാണ് കപ്പ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ അത് അനീഷ് കൊണ്ടുപോകുണ്ടാവും, എല്ലാവർക്കും സാധ്യതയുണ്ട്, അനീഷ് കൊണ്ടു. അനീഷ് എന്നാണ് അവർ മൈൻഡിൽ വന്നത്. എനിക്കും അനീഷിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനെ പലരും ട്രോളിയിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു റീലുണ്ട് കേസ്, ഇന്ന് ഉച്ചയ്ക്ക് റീൽ കണ്ടത്. എന്താ സംഭവം എന്നറിയും, നെവിൻ്റെ അമ്മ വരെ ഊക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ എന്താ എഴുതി വെച്ചാൽ ഒരു റിയാപ്ഷൻ കൂടി, കപ്പ് ആര് കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ അത് ആണുങ്ങൾ കൊണ്ടുപോകുന്നു, കപ്പ് ആണുങ്ങൾക്കുള്ള. അപ്പോൾ അനീഷും ഒക്കെ ആണുങ്ങളായി, ഇവൻ പെണ്ണുമായില്ലേ. എന്തായാലും സംഭവം നോക്കും. ഇവനൊരു ഫെമിനൈൻ സംഗതി ഉള്ളതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഇവന് അതിൻ്റെ ഒരു അവഗണനയും പരിഹാസവും കുത്തുവാക്കും ഒക്കെ ചെറുപ്പം മുതലേ അനുഭവിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ആണ് അങ്ങനെയൊക്കെ ഒരു റീലൊക്കെ പടച്ചു വിടണത്, അവനൊക്കെ പുഴുത്ത് ചത്തുപോകും. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല അല്ലേ. അവന് ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുറ്റപ്പെടുത്തി ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും എന്തായാലും സംഭവം. അപ്പോൾ നമ്മളെയൊക്കെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ല. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇത് സ്വാധീനിച്ചു ഗൈസ്. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതെന്താണെന്നാവോ. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു യു നെവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചക്രമ്മ ബൈ ബൈ, സി യു. അപ്പോൾ എൻ്റെ വോട്ടുകൾ കുറച്ച് ദിവസത്തേക്ക് നെവിനും കൂടിയും ഉള്ളതാണ് ഗൈസ്. ഇന്ന് കരുതി നെവിൻ എന്ത് പൊന്നരകളി കളിച്ചാലും അവനെ സപ്പോർട്ട് ചെയ്യുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരണത്. നെവിൻ ഇപ്പോൾ പോണ പോക്കിലൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കേസ് പറയണത്. അപ്പോൾ അവിടെ ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്, നല്ല ആ ബിഗ് ബോസ് ഹൗസിൽ ഈ നെഗറ്റിവിറ്റി കൂറ്റാമ്പാറയിലും അതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ് സൃഷ്ടിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേസ്. അല്ലാണ്ട് ചുമ്മാ അവിടെ ഹീറോയിസം കാണിക്കണതും ദുഷിപ്പ് വർത്താനം പറയണതും ചുമ്മാ കച്ചറ ഉണ്ടാക്കണതും ഞാനാണോ ഈയാണോ രീതിയിൽ ഈഗോ കയറി സംസാരിക്കും. മടുത്ത് കേസ് സത്യം പറയല്ലോ, വെറുത്ത്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ കൊല്ലത്തെ ബിഗ് ബോസ് സീസണാണ് ഏറ്റവും ബോറ് എന്നാണ് വിചാരിച്ചിരുന്നത്. അല്ല, അതിനേക്കാൾ പരമ ബോറാണ് ഇക്കൊല്ലം.
അപ്പോൾ അതിൽ കുറച്ച് പോസിറ്റീവായ വൈബ് ഉണ്ടാക്കുന്ന ആളുകളിൽ ഒരാളാണ് നെവിൻ. അപ്പോൾ ഭയങ്കര സന്തോഷം, നെവിനോട് ഭയങ്കര സ്നേഹം.